ഹലോ നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അതിനൂതനമായിട്ടുള്ള മെട്രോ കൊച്ചി മെട്രോയിലേക്കാണ്. അപ്പോൾ കൊച്ചി മെട്രോയിൽ കയറിയ യാത്ര ചെയ്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ആദ്യമായിട്ടാണ് നിങ്ങൾ കൊച്ചി മെട്രോയുടെ വിവരങ്ങൾ അറിയുന്നതെങ്കിൽ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഇതുപോലെ പുതുപുത്തൻ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾക്ക് കൊച്ചി മെട്രോയിലേക്ക് പോകാം. ആലുവയിലാണ് ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത്. ആലുവയിൽ അതിസുന്ദരമായിട്ടുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പാലം കഴിഞ്ഞാലുടൻ തന്നെ നമ്മളുടെ ആലുവയിലുള്ള മെട്രോ സ്റ്റേഷനിലാണ് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഈ താഴത്തുകൂടെയാണ് നമ്മുടെ എൻട്രി. ഇത് നേരെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വഴിയാണ്. ഇത് നേരെ എറണാകുളത്തേക്ക് പോണത്. ഇതാണ് നമ്മൾ ആലുവ ഫെഡറൽ ബാങ്ക്. ഇതാണ് അതൊരു സ്റ്റോപ്പാണ്. ഭയങ്കര റഷായിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. എറണാകുളത്തിൻ്റെ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ആലുവ. ഈ ആലുവയിൽ നിന്നാണ് ഇനിയാണ് നമ്മൾ മെട്രോയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കയറി പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ എസ്കലേറ്ററിൽ കയറി. ഇത് ആകുമ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ. അങ്ങനെ എസ്കലേറ്ററിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കയറി നമ്മൾ ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലത്തേക്കാണ് പോണത്. അവിടെയാണ് ടിക്കറ്റ് എടുക്കേണ്ട ഒരു സ്ഥലം വരുന്നത്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇതിലൂടെയാണ് നമ്മൾ പോവുക. എന്തായാലും നമുക്ക് മെട്രോയിൽ എടപ്പള്ളിക്കുള്ളൊരു ടിക്കറ്റ് എടുക്കാം. ഓക്കെ, എടപ്പള്ളിക്കുള്ള ടിക്കറ്റ് 40 രൂപ. ഒരു കുടിച്ചാളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് തോന്നുന്നു മെയിൽ. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോം 1 ആണ്. നോർമൽ സ്റ്റേഷൻ മുകളിലാണ്. കുറച്ച് മേലെ ആളുകൾ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കാണ്. ഞാനും നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല സീറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു സ്ഥലം. നല്ല മഴയാണ് കേട്ടോ. അവിടെ മഴ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരുന്നവർക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം, ബെഞ്ചൊക്കെ ഉണ്ട് ഇവിടെ. എന്തായാലും സ്റ്റേഷനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെയാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. തൃപ്പൂണിത്തറ ടെർമിനൽ. ട്രെയിൻ ഇവിടെ കണ്ടില്ലേ. ഇതാണ് സ്റ്റേഷനൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും വണ്ടി ഇപ്പോൾ വരുന്നതാണ് പറഞ്ഞത്. അതായത് നമുക്ക് ട്രെയിനിൽ കയറിയിട്ട് മറ്റ് വിഷ്വലുകളൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചി മെട്രോ വരുന്നുണ്ട്, അത് കാണാം. നമ്മൾക്കൊരു ഡ്രൈവർ കാണുന്നുണ്ട്. ഡ്രൈവറാണ്. അത്യാവശ്യം നല്ല തിരക്കാണ് എല്ലാ ബോഗിയിലും. ഒരുപാട് ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ. നല്ല തിരക്കാണ്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ പോകണം. അതിൻ്റെ ഫ്രണ്ട് വശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏറ്റവും അറ്റത്ത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിൽ ഒരു അതിവേഗ റെയിൽ ഗതാഗതമാണ് കൊച്ചി മെട്രോ. റെയിൽവേ ഇന്ത്യയിൽ ആദ്യം ആസൂത്രണം ചെയ്ത് പദ്ധതികളിൽ ഒന്നായിരുന്നു ഇത്.
1999 EK നായനാർ സർക്കാരായിരുന്നു കേരളത്തിൽ മെട്രോ റെയിൽ പദ്ധതി സാധ്യതാ പഠനം നടത്തിയത്. തുടർന്ന് ആദ്യ ഉമ്മൻചാണ്ടി സർക്കാർ 2004 പദ്ധതിക്ക് വിശദ പ്രൊജക്റ്റ് റിപ്പോർട്ട് DPR തയ്യാറാക്കി. 2007 VS അച്യുതാനന്ദൻ മന്ത്രിസഭാ പദ്ധതിക്ക് അംഗീകാരം നൽകുകയും സ്പെഷ്യൽ ഓഫീസറായി ദക്ഷിണ റെയിൽവേ റിട്ടയർഡ് അഡീഷണൽ ജനറൽ മാനേജർ R. ഗോപിനാഥൻ നായരെ നിയമിക്കുകയും ചെയ്തു. രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരാണ് കൊച്ചി മെട്രോ റെയിലിൻ്റെ ആദ്യഘട്ടത്തിലെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഡൽഹി മെട്രോ അഥവാ DMRC എന്ന സ്ഥാപനമാണ് ഇതിൻ്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര നഗര വികസന തുടർന്ന് 2017 ജൂൺ 17 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുഖ്യ ആസൂത്രകൻ EM ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. ജൂൺ 19 പൊതുജനങ്ങൾക്ക് കൊച്ചി മെട്രോ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. എന്തായാലും കേരളീയർക്ക് അഭിമാനിക്കാം. നമ്മളുടെ കൊച്ചു കേരളത്തിൽ കൊച്ചിയിൽ മെട്രോ, അതും ഒരുപാട് പ്രത്യേകതകളുള്ള, ഇന്ത്യയിൽ തന്നെ പ്രത്യേകതകളുള്ള, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു ഗതാഗത സംവിധാനം, അതിവേഗ ഗതാഗത മെട്രോ എന്തായാലും നമ്മൾക്ക് വലിയൊരു എന്താ പറയുക, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പാതകളുടെ എണ്ണം എന്ന് പറയുന്നത് 1, അതുപോലെ തന്നെ 25 സ്റ്റേഷനുകളാണ് നമ്മുടെ കൊച്ചി മെട്രോയിൽ ഉള്ളത്. എന്തായാലും നമുക്ക് ഒരുപാട് അറിവുകൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞു, മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോയുടെ, അതായത് മെട്രോയുടെ മറ്റ് ദൃശ്യങ്ങൾ കൂടി നമുക്ക് കണ്ടിട്ട് പോകാം. Mind the gap between the train and the platform. പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിലുണ്ടാകലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സ്റ്റോപ്പിൽ നിന്നും അടുത്ത സ്റ്റോപ്പിലേക്കുള്ള പരമാവധി സമയമെന്ന് പറയുന്നത് 1 മിനിറ്റ് മുതൽ 2 മിനിറ്റ് മാത്രമാണ് എടുക്കുന്നത്. എന്തായാലും ഒരുപാട് ജനങ്ങൾക്ക് ട്രാഫിക്കുകളൊന്നുമില്ലാതെ പെട്ടെന്ന് എത്താൻ നമ്മൾക്ക് കറക്റ്റ് എറണാകുളം കൊച്ചി പോലെയുള്ള വലിയൊരു നഗരത്തിൽ ട്രാഫിക്കുകളൊന്നും ഇല്ലാതെ എത്താൻ കഴിയുന്ന എന്തായാലും ഒരു സംവിധാനം തന്നെയാണ്. ഒരുപാട് ജനങ്ങൾ ഈ ഒരു മെട്രോ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ക്ലീനിങ്ങും എല്ലാം ഞാൻ പോയി മെട്രോയിലെല്ലാം യാത്ര ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ കൊച്ചി മെട്രോ എന്ത് പറഞ്ഞാലും എന്താ പറയുക, മറ്റുള്ള കൺട്രീസുകൾ പോലെ തന്നെ വളരെ നീറ്റായിട്ട് തന്നെ ഇത് ഇവർ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു എന്താ പറയുക, വളരെ ഭംഗി തന്നെയാണ് നമുക്ക് കാണാനും. അതുപോലെ തന്നെ ആളുകളും വളരെ വൃത്തിയും ഭംഗിയോടുകൂടെ തന്നെ മെട്രോ ട്രെയിൻ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കേരളീയർക്ക് ഒരു അഭിമാനമാണ്. എന്തായാലും ഒരുപാട് പ്രത്യേകതകളാണ് നമുക്ക് കൊച്ചി മെട്രോയുടെ. ഇതിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഡോറൊന്ന് അടയുന്നത് കാണാൻ കഴിയും. ഇതിപ്പോൾ നമ്മൾ ഓരോ സ്റ്റോപ്പിലും കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ആലുവ കഴിഞ്ഞ് 2-3 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ട്രെയിനിൻ്റെ ഉൾവശത്തെല്ലാം ആളുകൾ നിറഞ്ഞു. നമ്മൾക്ക് എറണാകുളം
ശരിക്കും ഒരു ടൂറൊക്കെ വരുന്ന ഒരാളുകൾക്ക് തീർച്ചയായിട്ടും ആലുവയിൽ വന്ന് നമ്മൾ ബസ്സിലാണെങ്കിലും അതുപോലെ തന്നെ കാറുകളിലാണെങ്കിലും അവിടെ ഇറങ്ങി ആലുവയിൽ ഇറങ്ങിയിട്ട് നേരെ എടപ്പള്ളി ലുലു മാളിലൊക്കെ പോകാനുള്ള ഏറ്റവും നല്ലൊരു സൗകര്യം. ട്രാഫിക്കുകളൊന്നുമില്ല. മാത്രമല്ല നമ്മളുടെ എറണാകുളം സിറ്റിയെ നമുക്ക് വളരെ ഉയരത്തിലിരുന്ന് കാണുവാനും അതുപോലെ തന്നെ നമ്മളുടെ പച്ചപ്പും അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണുവാനും കഴിയും. എന്തായാലും ഇനി എറണാകുളം വരുന്ന ടൂറിസ്റ്റ് ആളുകൾക്കും അതുപോലെ തന്നെ മെട്രോയിൽ ആദ്യമായിട്ട് കയറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എന്തായാലും ഒന്നുകൊണ്ടും നമ്മൾക്ക് എന്താ പറയുക നഷ്ടമായിട്ട് തോന്നില്ല. അത്രയും സൗകര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ മെട്രോയിൽ കയറുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക. Please mind the gap between the train and the platform. പ്ലാറ്റ്ഫോമിൽ ട്രെയിനിനും ഇടയിലുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ മെട്രോയിൽ കൊച്ചി മെട്രോയിൽ കയറുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ ഒരുപാട് തവണ കയറിയിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ ഇതുവരെയ്ക്കും നിന്നിട്ടില്ല. ഇപ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ആളുകളെല്ലാം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ അവിടെ നടാ വരുന്നത് എന്നൊക്കെ തോന്നുന്നുണ്ടാവും. കാരണം ഈ മെട്രോ ട്രെയിനൊക്കെ വന്നിട്ട് ഇപ്പോൾ നിലവിൽ ഒരുപാട് വർഷങ്ങളായല്ലോ. അപ്പോൾ ഇതിൻ്റെ പുതുമകളെല്ലാം നഷ്ടമായി എന്ന് സ്ഥിര യാത്രക്കാർക്കൊക്കെ സ്ഥിരം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് നമ്മളുടെ നോട്ടത്തിലും ഭാവത്തിലൊക്കെ കാണാൻ കഴിഞ്ഞു. എന്നിരുന്നാലും ഞാനിപ്പോൾ ഇടപ്പള്ളി നമ്മളുടെ ലുലു മാളിൻ്റെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. എടപ്പള്ളി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ താഴോട്ട് പുറത്തേക്കുള്ള വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, നമ്മളൊരു ഫ്ലൈറ്റിലൊക്കെ യാത്ര കഴിഞ്ഞ് വരുന്ന അതേ ഫീലിംഗ് തന്നെയാണ്. വളരെ നീറ്റായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സംവിധാനങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ വലിയ തീർച്ചയായിട്ടും മെട്രോ കയറാത്ത ഒരാൾ, അതിൽ യാത്ര ചെയ്യാത്ത ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെട്രോ യാത്ര വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു അനുഭവമായിരിക്കും. എന്തായാലും കേരളത്തിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ എന്തായാലും നമ്മൾക്ക് ഓരോരുത്തർക്കും കാണാനും കണ്ട് ആസ്വദിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, മെട്രോ ഇറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ കാറിലാണ് വന്നിരിക്കുന്നത്. ആലുവയിൽ ഞാൻ മാത്രം ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർ നിലവിൽ എടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അവർ ഫോൺ ചെയ്തു, ഞാൻ എടപ്പള്ളിയിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ടിക്കറ്റ് എടുക്കാനും അതുപോലെ തന്നെ ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത കാരണമാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു QR കോഡ് കിട്ടുന്നുണ്ട്. ആ QR കോഡ് നമ്മളതിൽ കാണിക്കുമ്പോഴാണ് നമുക്ക് ആ ഡോറൊക്കെ തുറക്കാൻ പറ്റുക. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, മെട്രോ സ്റ്റേഷനിൽ നിന്നെല്ലാം ഇറങ്ങി പുറത്തിറങ്ങി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടപ്പള്ളി സിറ്റി ഒന്ന് കാണിച്ചു തരാൻ കണ്ടത്. എൻ്റെ ബാക്കിൽ നോക്കി എത്രത്തോളം നല്ല തിരക്കാണ്. ഏകദേശം ഒരു 4:30-5 മണിയുടെ ടൈമിൽ ഒരു 4:30 സമയമാണ്. അത്യാവശ്യം നല്ല തിരക്ക് തന്നെയാണ്. ട്രാഫിക്കാണ്. വാഹനങ്ങളെല്ലാം പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഞാനിനി പ്രത്യേകം ഒന്നും എടുത്തൊന്നും പറയുന്നില്ല. അത്രയും നല്ല തിരക്കാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും എറണാകുളത്തേക്ക് വരുന്ന ആളുകൾ, കൊച്ചിയിലേക്ക് വരുന്ന ആളുകൾ എന്തായാലും നമ്മളുടെ മെട്രോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക. അടിപൊളി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.